plustwo physicsile 9th chapter ആയ Rayopticsന്റെ third പാർട്ടിലേക്ക് ആണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് relation between focal length and radius of curvature of a spherical mirror ആണ്. അപ്പോൾ എഴുതി വെക്കുക സൈഡ് ഹെഡിങ് relation between focal length ബ്രാക്കറ്റിൽ small f and radius of curvature capital R. ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ, എന്താണ് f is equal to r/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ സൈഡിൽ എഴുതി വെക്കണം എഫ് ഹൈഫൺ ഇട്ടിട്ട് ഫോക്കൽ ലെങ്ത്, അതുപോലെ ആർ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഓൾറെഡി എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി അറിയാം ഇത് ഇങ്ങനെയാണെന്ന്. പക്ഷേ എങ്ങനെയാണ് ഇത് വരുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ആദ്യം ഞാൻ പറയാണ് എഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ എഫ് അതൊരു പോയിൻ്റാണ്. ആ പോയിന്റിലേക്കാണ് കോൺകേവ് മിററിൻ്റെ കേസിൽ എല്ലാ ലൈറ്റ് റേയും റിഫ്ലക്ഷന് ശേഷം കടന്നു പോകുന്നത്, ആ പോയിന്റിലാണ്. അതുപോലെ കോൺവെക്സ് മിററിലാണെങ്കിൽ അത് ഒരു പോയിന്റ്, അതായത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന പോയിന്റിൽ നിന്നും അകന്നു പോകുന്നത് പോലെ തോന്നുന്നതാണ്. അപ്പോൾ ആ പ്രിൻസിപ്പൽ ഫോക്കസിനും പോൾ ഓഫ് ദ മിററിനും ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. അപ്പോൾ ക്യാപിറ്റൽ എഫും സ്മോൾ എഫും നിർബന്ധമായിട്ടും തിരിച്ചറിയാം. ക്യാപിറ്റൽ എഫ് എന്ന് പറയുമ്പോൾ അതൊരു പോയിൻ്റാണ്. ആ പോയിന്റിലേക്ക് ലൈറ്റ് റേ കൺവേർജ് ചെയ്യുകയോ ആ പോയിന്റിൽ നിന്നും ലൈറ്റ് റേ ഡൈവേർജ് ചെയ്യുന്നത് പോലെ തോന്നുകയോ ചെയ്യും കേട്ടോ. എന്നാൽ സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ അത് ഫോക്കൽ ലെങ്ത് ആണ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. സൈഡിൽ എഴുതി വെക്കണം വേണമെന്നുള്ളൊരു കേട്ടോ. അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം സ്ഫെറിക്കൽ മിറേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു സ്ഫിയറിൽ നിന്നാണ് അല്ലേ. ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ആ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഡയഗ്രാം വേണം. ഡയഗ്രാം നിർബന്ധമാണ് എക്സാമിന് ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ. എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് അറിയാമോ? പ്രൂവ് ദാറ്റ് ഫോക്കൽ ലെങ്ത് ഓഫ് സ്ഫെറിക്കൽ മിറർ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ഡയഗ്രാം വേണം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഡയഗ്രാം വരച്ചോളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞത് നമ്മൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, അതായത് സ്കെയിലും പെൻസിലും പ്രൊട്രാക്ടറും കോമ്പസും ഇത്രയും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയാമോ, ഒരു കോൺകേവ് മിറർ വരയ്ക്കൂ. ഇതാണ് കോൺകേവ് മിററിൻ്റെ സിമ്പൽ അല്ലേ. അപ്പം ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ പറഞ്ഞിരുന്നു, പെൻസിൽ ചരിച്ച് വെച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്താലും മതി. ഷെയ്ഡ് ചെയ്തോ? ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കണം. ചില കുട്ടിക്കെങ്കിലും ഡൗട്ട് തോന്നാം, എന്താണ് ഇപ്പോൾ കോൺകേവ് മിറർ എടുത്തിരിക്കുന്നത്, നമുക്ക് എന്താ കോൺവെക്സ് മിറർ എടുത്തൂടെ? തീർച്ചയായും കോൺവെക്സ് മിററും എടുക്കാം കേട്ടോ. പക്ഷേ ഇമേജ് ഫോം ചെയ്യുന്നത്, റിയൽ ഇമേജ് ഫോം ചെയ്യാൻ കഴിവുള്ള മിറർ കോൺകേവ് മിററാണ്. അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇത് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വരയ്ക്കൂ. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം വരയ്ക്കണം കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പോൾ മാർക്ക് ചെയ്യൂ, പി എന്ന് മാർക്ക് ചെയ്യൂ. അതുപോലെ ഒരു പോയിന്റ് ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ എഫ് ആണ്. അതുപോലെ അതേ ക്യാപിറ്റൽ സി മാർക്ക് ചെയ്യൂ. ഇനി ഒരു ഒബ്ജക്റ്റ് വെക്കൂ, ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് വെക്കൂ. നമുക്ക് ഒബ്ജക്റ്റിന് പേര് കൊടുക്കാം, എ ബി. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ സ്മോൾ എച്ച് വെച്ചും പറയാറുണ്ടോ. എ ബി എന്നാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ഇമേജ്, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എച്ച്. ഓക്കെ, ഇനി ഒരു പാരലൽ ലൈന് ഈ ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്നും ഇങ്ങനെ കടന്നു പോട്ടെ. നിർബന്ധമായിട്ടും മറന്നു പോകാൻ പാടില്ല, എന്താണ്, ഒരു ആരോ മാർക്ക് അവിടെ ഇടാൻ മറന്നു പോകരുത്. വരച്ചോ? ഇനി അത് ഫോക്കസിലൂടെ കടന്നു പോകും. നമുക്കറിയാലോ, നമ്മൾ 4 തരം ലൈറ്റ് റേസ് പഠിച്ചിട്ടുണ്ട്, കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും. അതിൽ ഇങ്ങനെ വരുന്ന എന്ന് ഇങ്ങോട്ട് വരുന്ന ലൈറ്റ് ഇങ്ങനെ ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇനി സിയിൽ നിന്നും നമ്മൾ ഈ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഈ ലൈൻ അറിയപ്പെടുന്നത് നോർമൽ ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് മിററാണ്. അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വരച്ചു കഴിഞ്ഞവർ ഒരു പോയിന്റ് ഇവിടെ എം എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ എ എം എന്നാൽ ഇൻസിഡൻറ്റ് റേ,
അതുപോലെ എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റഡ് റേ ആണ്. അതുപോലെ നമുക്ക് ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്തല്ലോ. ഇനി നമുക്ക് രണ്ട് ആംഗിൾ മാർക്ക് ചെയ്യണം. നമുക്കറിയാം ഇൻസിഡൻറ്റ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? അപ്പോൾ അതിനെ നമുക്കിവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. ശരിക്കും ഐ എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്, നമ്മൾ പ്രൂഫിന് വേണ്ടിയിട്ട് തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. നമുക്കറിയാവുന്നതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? ഈക്വൽ ആണ് ബൈ ലോ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഈ ആംഗിൾ രണ്ടും ഈക്വൽ ആണ്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. നോക്കൂ, എ എം എന്ന് പറഞ്ഞ സോളിഡ് ലൈനും അതുപോലെ സി പി എന്ന് പറഞ്ഞ ഗ്രീൻ കളറുള്ള ലൈനും അതിനെ ഈ ഡോട്ടഡ് ലൈൻ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതായത് നമ്മൾ ഇങ്ങനെ ഒരു പാരലൽ വരയുണ്ട്, അതിനെ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്താൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ലേ? അതുകൊണ്ട് തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. ഇത് നിങ്ങൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യണേ. അതുപോലെ നോക്കൂ, ഈ തീറ്റയും കൂട്ടി എത്ര കിട്ടുക? 2 തീറ്റ. അപ്പോൾ ഇവിടെ എ എം എന്ന് പറഞ്ഞ ഒരു ലൈന് അതുപോലെ ഈ ഗ്രീൻ കളറുള്ള സി പി എന്ന് പറഞ്ഞ ലൈനെയും എം എൻ എന്ന് പറഞ്ഞ ലൈൻ കട്ട് ചെയ്താൽ ഈ ആംഗിള് എത്രയാണുള്ളത് അത് തന്നെ ആയിരിക്കില്ലേ ഈ ആംഗിളും? ഇതപ്പോൾ എത്ര ഉണ്ടാവും? തീറ്റയും. അപ്പോൾ ഇത് 2 തീറ്റയും ഉണ്ടാകും. അപ്പോൾ ഈ ഡയഗ്രാം വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. അതിനുവേണ്ടി ഈ ചാപ്റ്ററിൽ മുഴുവനും നമ്മൾ 2 അപ്രോക്സിമേഷൻ എടുക്കുന്നുണ്ട്. അത് വളരെ ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പോൾ ഈ ഡയഗ്രത്തിൻ്റെ അടിയിൽ എഴുതി വെക്കണം. ഫോർ സ്മോൾ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നോക്കൂ, ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ വളരെ ചെറുത്. അങ്ങനെ തീറ്റ വളരെ ചെറുതാണെന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഈ എം എന്ന് പറഞ്ഞ പോയിന്റിനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ? അപ്പോൾ ഫോർ സ്മോൾ ആംഗിൾ, അതായത് വളരെ ചെറിയ ആംഗിൾ ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എ എം എന്നുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് റേയെ നമ്മൾ നമുക്കറിയാലോ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെന്ന് ഒരുപാട് ലൈറ്റ് റേസ് പോകുന്നു എന്നാണ് നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രിൻസിപ്പൽ ആക്സിന് വളരെ അടുത്തൂടെ പോകുന്ന ഒരു റേ ആണ് എ എം എന്ന് സങ്കല്പിച്ചാൽ ഈ തീറ്റ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കില്ലേ? ആ കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഈ തീറ്റ ചെറുതാണെങ്കിൽ എം വെരി ക്ലോസ് ടു പി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുമ്പോൾ അത് വളരെ ഇങ്ങനെ നമ്മൾ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ മാത്രമാണ് ഈ തീറ്റ വളരെ ചെറുതാവുള്ളൂ. ആ സമയത്ത് 2 തീറ്റ എന്ന് പറഞ്ഞ ആംഗിളും വളരെ ചെറുതായിരിക്കും, ബിക്കോസ് എം ഇസ് വെരി ക്ലോസ് ടു പി. അങ്ങനെ വരുമ്പോൾ ഈ വളഞ്ഞിരിക്കുന്ന എം പി എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഐ റിപ്പീറ്റ്, ഫോർ സ്മോൾ ആംഗിൾ the point M is very close to P. അതുകൊണ്ട് എം പി എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുപോലെ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന അപ്രോക്സിമേഷൻ നോക്കൂ, സൈൻ തീറ്റ അതുപോലെ ടാൻ തീറ്റ, ഈ 2 ഫംഗ്ഷനും ബൈനോമിയൽ തിയറത്തിൽ നമുക്ക് ഈ ഒരു അപ്രോക്സിമേഷൻ കാണാം. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക. വെരി സ്മോൾ ആംഗിൾ ഫോർ സ്മോൾ ആംഗിൾ, വെരി സ്മോൾ ആംഗിൾ, സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ ആയിരിക്കും. ഇനി അത് ടാൻ തീറ്റ ആണെങ്കിലും അപ്രോക്സിമേറ്റ്ലി തീറ്റ ആയിരിക്കും. ഈ 2 അസംഷനാണ് നമ്മൾ ഈ റേ ഒപ്റ്റിക്സിലെ ഒരു ഒട്ടുമിക്ക ഡെറിവേഷനിൽ നമ്മൾ ഉപയോഗിക്കുക. എന്തിനായതിന്? അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ആലോചിക്കണം, എന്തിനാ അപ്പോൾ സാറ് ഇങ്ങനെ പറഞ്ഞത്? ഈ തീറ്റ എന്തിനാ അപ്പം സ്മോൾ ആക്കുന്നത്? നോക്കൂ, എനിക്കിവിടെ 2 ട്രയാങ്കിൾ വേണം. റേ ഒപ്റ്റിക്സിന് നമ്മൾ വേറൊരു പേരുകൂടി പറയൂലേ, ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്നും പറയാറുണ്ട്. അതിന് കാരണം നമ്മൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ജോമെട്രിയും ഒക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് പല കാര്യങ്ങളും പ്രൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നോക്കൂ, ഫോർ സ്മോൾ ആംഗിൾ എം ഇസ് വെരി ക്ലോസ് ടു പി എന്ന് എനിക്ക് അസ്യൂം ചെയ്താലേ എനിക്ക് ഈ എം പി വളഞ്ഞിട്ടില്ല, അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ആർക്ക് വളരെ ചെറിയ 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് തോന്നുക. അപ്പോൾ ഈ തീറ്റയും 2 തീറ്റയും സ്മോൾ ആണെങ്കിൽ എം വളരെ ക്ലോസ് ടു പി ആണെങ്കിൽ എം പി എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് നോക്കൂ എഫ് പി എം എന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും അതുപോലെ സി പി എം അല്ലെങ്കിൽ എം പി സി എന്ന് പറഞ്ഞ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും എഴുതാം. ഫ്രം ഫിഗർ
ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ CPM, ഫ്രം എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ CPM നമുക്ക് എഴുതാം ടാൻ തീറ്റ കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുക? നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്താ കിട്ടുക നമുക്ക്? ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഞാൻ ഈ കാണിച്ചിരിക്കുക എൻ്റെ കേഴ്സർ പോന്ന് നോക്കൂ. ഈ CPM എന്ന് പറഞ്ഞ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, വീണ്ടും പറയുന്നു ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല, പക്ഷേ അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോഴേ നമുക്കിത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കിയിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡായ MP/CP ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഡയഗ്രത്തിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യുക. ഇതാണ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ ഓഫ് എ മിറർ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റേഡിയസ് ഓഫ് കർവേച്ചർ. അതേപോലെ ഒരു കാര്യം കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. എഫിനും പിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ എഫ് ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ 2 എഴുതാൻ പോവാണ്. അടിയിൽ എഴുതുക ഫ്രം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണ്. ഏതാ നോക്കൂ? FPM. എഫ് ക്യാപിറ്റൽ ആണ്. FPM എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ അവിടെ ടാൻ 2θ ആണുള്ളത്. അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 2θ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് വീണ്ടും MP തന്നെയാണ് ഡിവൈഡഡ് ബൈ FP ആണ് അല്ലേ? FP ക്യാപിറ്റൽ F ക്യാപിറ്റൽ P. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 നോക്കൂ, ഇക്വേഷൻ നമ്പർ 2 നോക്കൂ. ഇവിടെ 2θ ആണുള്ളത്, ഇവിടെ θ ആണുള്ളത്. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമുക്ക് തീറ്റയ്ക്ക് ഈ 2θ എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ചില കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷനായി തോന്നുന്നുണ്ടാവും. ഒന്നുമില്ല. രണ്ടാമത്തെ ഇക്വേഷൻ അടുത്ത ലൈനിൽ ഒന്നുകൂടി എഴുതുക. അതായത് 2θ ഈസ് ഈക്വൽ ടു MP/FP. ഇനി തൊട്ട് മുമ്പ് നമ്മൾ തീറ്റ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 നോക്കൂ. അപ്പോൾ 2 കഴിഞ്ഞാൽ ഈ തീറ്റയ്ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? MP/CP എന്ന് കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു അല്ലേ? നമുക്ക് ഈ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ 2 ഇൻറ്റു ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഓൾറെഡി ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ തന്നെയാണ്? MP/FP. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? MP യും രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. 2 ഇൻറ്റു 1/CP എന്തായിരുന്നു? CP എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിനും പോളിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? അത് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു 1/FP എന്ന് പറഞ്ഞാൽ ഫോക്കസിനും പോളിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. നിങ്ങൾ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക നോക്കൂ. 2 ഇൻറ്റു ഈ എഫ് അപ്പുറത്തേക്ക് പോയാൽ മുകളിലേക്ക് വരും. F ഈസ് ഈക്വൽ ടു ഈ R അടിയിലാണ്, അത് അങ്ങോട്ട് പോയാൽ മേലോട്ട് വരും R. ഓർ നമുക്ക് പ്രൂവ് ചെയ്യാം F ഈസ് ഈക്വൽ ടു R/2. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ? അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിറർ ഫോർമുലയാണ്.